എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ലോകത്തുനിന്നുള്ള കുറച്ച് പുതിയ കാര്യങ്ങൾ അറിയാം. ശാസ്ത്രജ്ഞർ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. പുരാതന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ DNA അവർ ആദ്യമായി പൂർണ്ണമായി കണ്ടെത്തി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളായിരുന്നു ഇത്. ഒരു പല്ലിൽ നിന്നാണ് ഈ DNA വേർതിരിച്ചെടുത്തത്. മമ്മിയാക്കുന്ന രീതി ഈജിപ്തിൽ വ്യാപകമാകുന്നതിനു മുൻപായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ അയാളുടെ ശരീരത്തിലെ ജനിതക വിവരങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടു. എല്ലുകൾ പരിശോധിച്ചപ്പോൾ അതൊരു പുരുഷനായിരുന്നു എന്നും വലിയ ഉയരമില്ലായിരുന്നു എന്നും മനസ്സിലായി. ഏകദേശം 60 വയസ്സിനടുത്താണ് അദ്ദേഹം മരിച്ചത്. ആ കാലഘട്ടത്തിൽ ഇത് വളരെ കൂടിയ പ്രായമാണ്. എല്ലുകൾക്കുണ്ടായ തേയ്മാനം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മൺപാത്ര നിർമ്മാതാവോ അതുപോലുള്ള ജോലികളോ ചെയ്തിരുന്ന ആളാവാം. പക്ഷേ അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്നത് ഉയർന്ന നിലയിലുള്ള ആളുകളെപ്പോലെയായിരുന്നു. ഒരു ചെറിയ അറിവ് പറയാം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു പുസ്തകം പോലെയാണ് DNA. നമ്മുടെ മുടിയുടെ നിറം മുതൽ സ്വഭാവം വരെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. അമേരിക്കയിലെ ഒരു കാട്ടുതീ ശേഷം നടത്തിയ പരിശോധനയിൽ ചില വീടുകളിലും പുറത്തും ബെറിലിയം എന്ന ഒരുതരം ലോഹത്തിന്റെ പൊടി കണ്ടെത്തി. ഇത് ഭാരം കുറഞ്ഞൊരു ലോഹമാണ്. ബഹിരാകാശ വാഹനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ പൊടി ശ്വാസത്തിലൂടെ ഉള്ളിൽ ചെന്നാൽ ശ്വാസകോശത്തിന് ഗുരുതരമായ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ അളവിൽ പോലും ഇത് അപകടമാണ്. ഈ ലോഹം എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ വന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഒരുപക്ഷേ തീയിൽ ആഞ്ഞ വീട്ടുപകരണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബഹിരാകാശ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കാറ്റിൽ പറന്നുവന്നതോ ആകാം. തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് തിരികെ പോകുന്ന ആളുകളോട് ശ്രദ്ധിക്കണമെന്നും മുഖത്ത് നല്ലതരം മാസ്കുകൾ ധരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പേടി കാരണം കടൽത്തീരത്തിനടുത്തുള്ള ചില ക്യാമ്പുകളിൽ കുട്ടികളെ അയക്കാൻ മാതാപിതാക്കൾക്ക് മടിയാണ്. ബഹിരാകാശത്തുനിന്നും ഒരു അത്ഭുതകരമായ കാഴ്ച ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രം വളരെ പെട്ടെന്ന് 2 തവണ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യം അവർക്ക് ആദ്യമായി നേരിട്ട് കാണാൻ കഴിഞ്ഞു. ചിലിയിലെ ഒരു വലിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇത് കണ്ടത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഇരട്ട സ്ഫോടനത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഒരു നക്ഷത്രത്തിന്റെ പുറത്തുള്ള പാളി ആദ്യം പൊട്ടിത്തെറിക്കുകയും അത് കാരണം നക്ഷത്രത്തിന്റെ ഉൾഭാഗം രണ്ടാമതും പൊട്ടിത്തെറിക്കുകയും ചെയ്യുമെന്നാണ് ഈ പഠനം പറയുന്നത്. ഈ കണ്ടുപിടുത്തം പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ അളക്കാനും നക്ഷത്രങ്ങൾ എങ്ങനെയാണ് നശിക്കുന്നതെന്ന് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. ഒരു പൊതുവിജ്ഞാനം എന്തെന്നാൽ പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരം അളക്കാനുള്ള ഒരു യൂണിറ്റാണ്, അല്ലാതെ സമയം അളക്കാനുള്ളതല്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണിത്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്നും വന്ന മൂന്നാമത്തെ ഒരു വസ്തുവിന് കൂടി ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരിക്കാം. ഇതിന് താൽക്കാലികമായി ഒരു പേരും നൽകിയിട്ടുണ്ട്. മുമ്പ് കണ്ടെത്തിയ ഓമുവാമുവ, ബോറിസോവ് എന്നിവയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ അതിഥിയാണിത്. ഇത് വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ടുതന്നെ ഇത് നമ്മുടെ സൗരയൂഥത്തിൽ നിന്നുള്ളതല്ല എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവരികയാണ്. ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തിൽ ഒരു ചിഹ്നഗ്രഹത്തിൽ ചില സൂക്ഷ്മജീവികളെ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ സൂര്യനും അതിന് ചുറ്റുന്ന ഗ്രഹങ്ങളും ചേർന്നതാണ് സൗരയൂഥം എന്ന് ഓർത്തുവെക്കാമല്ലോ. ഉത്തർപ്രദേശിലെ ഒരു കബഡി കളിക്കാരനായ ബ്രിജേഷ് സോളങ്കി പേവിഷബാധയേറ്റ് മരിച്ചു. 1 മാസം മുൻപ് വഴിയിൽ നിന്നും ഒരു നായ്ക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് കടിയേറ്റത്. അതൊരു ചെറിയ മുറിവാണെന്ന് കരുതി അദ്ദേഹം പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുത്തില്ല. ഈ സംഭവം പൊതുജനാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതിന്റെ പ്രാധാന്യം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പേവിഷബാധ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. കുത്തിവെപ്പിലൂടെ ഇത് പൂർണ്ണമായി തടയാൻ കഴിയും. കൊളംബിയയിലെ വില്ലാവിസൻസിയോ എന്ന നഗരത്തിൽ ശക്തമായ മഴയെ തുടർന്ന് വലിയ വെള്ളപ്പൊക്കവും നഗരമധ്യത്തിൽ ഒരു ഭീമൻ കുഴിയും രൂപപ്പെട്ടു. ഈ ദുരന്തത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരാൾ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ചു. സാധാരണയിലും വളരെ ശക്തമായ മഴയാണ് പെയ്തതെന്ന് അധികൃതർ പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴക്കാലത്ത് കൊളംബിയയിലുടനീളം ഏകദേശം 1,68,000 കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ കൊളംബിയയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കനത്ത മഴ പെയ്യുമ്പോൾ മണ്ണ് കുതിർന്ന് ദുർബലമാവുകയും തെന്നിമാറുകയും ചെയ്യുന്നതാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നത്. ലോകമെമ്പാടും ഏകദേശം 6,30,000 ആളുകൾ 100 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും 10 രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ജനസംഖ്യയിൽ പ്രായമായവരുടെ ശതമാനം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇപ്പോൾ മൊണാക്കോയാണ്. ജപ്പാനാണ് 2ാം സ്ഥാനത്ത്. എന്നാൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമായവരുള്ളത് ഇപ്പോഴും ജപ്പാനിലാണ്. വിരമിച്ചതിനുശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ഫ്രാൻസിലെ ആളുകളാണ്. നല്ല ആരോഗ്യശീലങ്ങളും മികച്ച വൈദ്യസഹായവും നല്ല ഭക്ഷണവുമാണ് ദീർഘായുസ്സിന് സഹായിക്കുന്ന ചില ഘടകങ്ങൾ. വളരെ ചെറിയ പ്ലാസ്റ്റിക് തരികൾ മനുഷ്യരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലും കണ്ടെത്തിയിരിക്കുന്നു. സ്പെയിനിൽ നടന്ന ഒരു പുതിയ പഠനത്തിൽ പുരുഷന്മാരുടെ ബീജത്തിലും സ്ത്രീകളുടെ അണ്ഡാശയ ദ്രാവകത്തിലും പകുതിയിലധികം സാമ്പിളുകളിലും ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തി. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പൊടിഞ്ഞാണ് ഇത്തരം ചെറിയ പ്ലാസ്റ്റിക് തരികളുണ്ടാകുന്നത്. ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഈ പഠനം വളരെ കുറച്ച് ആളുകളിൽ മാത്രം നടത്തിയതുകൊണ്ട് ഇത് പ്രത്യുൽപാദന ശേഷിയെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല.
ഇതിനെക്കുറിച്ച് കൂടുതൽ വലിയ പഠനങ്ങൾ ആവശ്യമാണെന്ന് ഗവേഷകർ പറയുന്നു. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ്ബോട്ടുകൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഓസ്ട്രേലിയയിലെ ഗവേഷകർ കണ്ടെത്തി. ശരിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലെങ്കിൽ ഈ ടൂളുകൾക്ക് അപകടകരമായ വ്യാജ ആരോഗ്യ വിവരങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും. വ്യാജ ചിത്രങ്ങളും വീഡിയോകളും വെബ്സൈറ്റുകളും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയുന്നത് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇത്തരം സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണങ്ങളും വേണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യരെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് AI. സ്വീഡനിലും ഫിൻലൻഡിലും ആകാശത്ത് ഒരു വലിയ ഉൽക്ക കടന്നുപോകുന്നത് ധാരാളം ആളുകൾ കണ്ടു. ജൂലൈ 1 രാത്രിയിലായിരുന്നു ഈ സംഭവം. നല്ല പ്രകാശമുള്ള ഒരു തീഗോളം പോലെയായിരുന്നു അത് കാണാൻ. ഏകദേശം 5 സെക്കൻഡ് നേരം അത് ആകാശത്ത് തിളങ്ങി നിന്നു. പലരും ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എടുത്തു. ഭാഗ്യവശാൽ ഇതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആകാശത്തുവെച്ച് കത്തുന്നതിനെയാണ് ഉൽക്ക എന്ന് പറയുന്നത്. അത് ഭൂമിയിൽ പതിച്ചാൽ അതിനെ ഉൽക്കാശില എന്ന് വിളിക്കും. ലോകമെമ്പാടുമുള്ള മീഥേൻ വാതക ചോർച്ച കണ്ടെത്താനായി വിക്ഷേപിച്ച മീഥേൻ സഡ് എന്ന ഉപഗ്രഹം നഷ്ടപ്പെട്ടു. അതിലെ വൈദ്യുതി നിലയ്ക്കുകയും പിന്നീട് ബന്ധപ്പെടാൻ സാധിക്കാതാവുകയും ചെയ്തു. ഇനി അത് വീണ്ടെടുക്കാൻ സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. ഈ ഉപഗ്രഹം മാർച്ച് മാസത്തിലാണ് വിക്ഷേപിച്ചത്. മീഥേൻ എന്നത് ഭൂമിക്ക് ചൂട് കൂട്ടുന്ന ഒരു പ്രധാന വാതകമാണ്. കാർബൺ ഡയോക്സൈഡിനേക്കാൾ ഏകദേശം 80 മടങ്ങ് ചൂട് കൂട്ടാൻ കഴിവുള്ള ഒരു വാതകമാണിത്. എണ്ണ വാതകശാലകളിൽ നിന്നുള്ള മീഥേൻ ചോർച്ച കണ്ടെത്തി അത് കുറയ്ക്കാൻ സഹായിക്കുക എന്നതായിരുന്നു ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. ഇത് നഷ്ടപ്പെട്ടത് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. നാസയുടെ ബഡ്ജറ്റിൽ പണം കുറക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇത് പല ശാസ്ത്രദൗത്യങ്ങളെയും ബാധിക്കും. ഇതിൽ ഏറ്റവും പ്രയാസത്തിലാകുന്നത് യൂറോപ്പിന്റെ ചൊവ്വ ദൗത്യമായ എക്സോമാർസ് ആണ്. ഈ ദൗത്യത്തിലെ റോവറിന് ചൊവ്വയിലിറങ്ങാനും അവിടുത്തെ കഠിനമായ തണുപ്പിനെ അതിജീവിക്കാനും ആവശ്യമായ ചില ഉപകരണങ്ങൾ നൽകുന്നത് നാസയായിരുന്നു. ഈ സഹായം ലഭിച്ചില്ലെങ്കിൽ ദൗത്യം ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ പ്രതലത്തിന് 2 മീറ്റർ താഴെ കുഴിച്ച് പുരാതന ജീവന്റെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ചൊവ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഭാവിയിൽ മനുഷ്യർക്ക് അവിടെ പോകാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുമാണ് ഇത്തരം ദൗത്യങ്ങൾ സഹായിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണാം.